നമ്മുടെ മാരുതിയുടെ വണ്ടി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേട്ടാ, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും ഹസാർഡ് സ്വിച്ച്. ഇതിൻ്റെ ഇപ്പുറത്തൊരു ഒരു ലൈറ്റ് കണ്ടോ? ഇതൊരു വണ്ടീനെ പറ്റി അറിയുന്നവർക്ക് അറിയാം, അതൊരു സെൻസറാണ്, IR സെൻസർ, ഇൻഫ്രാറെഡ് സെൻസർ. അല്ലാത്തവർക്ക് ഇതിനകത്തൊരു ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇതിനകത്തൊരു ലൈറ്റ് ഉള്ളവരും അറിയുണ്ടാവില്ല. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് അറിയുന്നതിന് മുന്നേ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തു, പകൽ കൊണ്ട് പാർക്ക് ചെയ്തു. നൈറ്റ് നമ്മൾ വണ്ടി എടുക്കാൻ വരുന്നു. ആ സമയത്ത് നമ്മുടെ ഈ ഡ്രൈവർ സൈഡിലല്ലാതെ, ഈ റൈറ്റ് സൈഡിലല്ലാതെ ലെഫ്റ്റ് സൈഡിലോ ബാക്ക് സൈഡിലോ എവിടെയെങ്കിലും ഒരു തട്ടോ മുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാതെ അത് അറിയാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ വണ്ടി വരുന്നു, അൺലോക്ക് ചെയ്യുന്നു, ഡ്രൈവർ സൈഡിൽ കയറുന്നു, വണ്ടി എടുക്കുന്നു, പോകുന്നു. തട്ടിയിട്ടുണ്ടോ, മുട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി തുറന്നിട്ടുണ്ടോ, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അറിയാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഉണ്ട് കേട്ടോ, അതാണ് ആ സാധനം. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നേക്കാൾ മുമ്പ് കാണിച്ചു തരാം. ഓക്കെ, അതായിട്ട് നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്നു, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ഇതിൽ വ്യത്യാസം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല എന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ വണ്ടി ലോക്ക് ചെയ്യുന്നു. ഓക്കെ, വണ്ടി ലോക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോയി, എവിടേക്കോ പോയി, യാത്ര പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി മോഷ്ടിക്കാൻ വേണ്ടി ആരോ എന്തോ ഉപയോഗിച്ച് നമ്മുടെ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ആരോ കൊണ്ടിടിക്കുന്നു. എങ്ങനെയായാലും എന്ത് പറ്റും, നമ്മൾ തുറന്നു, വാണിംഗ് അടിക്കും, വണ്ടിയുടെ വാണിംഗ് അടിക്കും. ഓക്കെ, വാണിംഗ് വന്നു. ഇത് നമ്മൾ ഒന്നുകിൽ അൺലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അപ്പോൾ നമുക്ക് ഇത് ഓഫാക്കാം, തൽക്കാലത്തിന് ഓഫാക്കാം. ഓക്കെ, ഇത് ഓഫായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വണ്ടി വാണിംഗ് അടിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഷോക്ക് സെൻസർ വർക്കായതോ നമുക്ക് അറിയുന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും വണ്ടി അൺലോക്ക് ചെയ്യുന്നു, വണ്ടിക്ക് അത് കീ ഇൻസെർട്ട് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇനി ഇങ്ങോട്ട് തന്നെ. ഇനി നമ്മൾ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ, ഒന്ന് ശ്രദ്ധിച്ചോ, ഫാൻ ഓഫ് ചെയ്യാം. ഓണാക്കി കഴിഞ്ഞാൽ കണ്ട ഒരു വാണിങ്, നീളത്തിലുള്ള വാണിങ്ങും അതിൻ്റെ ഒപ്പം ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ? ഇതിന് മുന്നേ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിനർത്ഥം നമ്മുടെ വണ്ടിയുടെ സെൻട്രൽ ലോക്ക് സിസ്റ്റത്തിൻ്റെ ഷോക്ക് സെൻസർ വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്തിരുന്നിട്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ഒരു വൈബ്രേറ്റർ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ മറ്റേ റോളറിൻ്റെ വൈബ്രേറ്റർ പോയാലും ഇത് അടിക്കും കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ സെൻട്രൽ ലോക്കിനകത്തൊരു തെഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഷോക്കിങ് വന്നിട്ടുണ്ട്, ഷോക്ക് സെൻസർ വർക്കായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പുറത്തേക്ക് ഇറങ്ങി തറവായിട്ട് ചെക്ക് ചെയ്ത് ആ തട്ടോ മുട്ടോ ആണെങ്കിൽ ആ സ്റ്റേഷനിൽ പരാതിപ്പെടാം, അല്ലെങ്കിൽ ആ വണ്ടിക്കകത്ത് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ സ്റ്റേഷനിൽ തന്നെ പരാതിപ്പെടാം, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ ഇതെന്തിനാന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഉപകാരങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് ഞാനീ പറഞ്ഞ തെറ്റാണോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ ബൈ.